മൂന്നാം ക്ലാസ്സിലെ ഗണിതം രണ്ടാമത്തെ അധ്യായം കൂട്ടിച്ചേർക്കാം എന്ന പാഠഭാഗത്തിലെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്കിന്ന് പഠിക്കാം. നോക്കൂ, ഇവിടെ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഈ സംഖ്യകളെ കൂട്ടി എഴുതണം. നോക്കൂ, ഇവിടെ 3 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. 5നോടൊപ്പം 3 കൂട്ടിയാൽ 8, 4നോടൊപ്പം 4 കൂട്ടിയാൽ 8, 3നോടൊപ്പം 5 കൂട്ടിയാൽ 8, 345നോടൊപ്പം 543 കൂട്ടിയാൽ 888 എന്ന് കിട്ടി. അടുത്ത് നോക്കൂ, 0നോട് 0 കൂട്ടിയാൽ 0 ആണ്. 4നോടൊപ്പം 6 കൂട്ടിയാൽ 10, 0 ഇവിടെ എഴുതുക, 1 ഇപ്പുറത്തേക്ക് കൊടുക്കുക. 7നോടൊപ്പം 3 കൂട്ടിയാൽ 10, 10നോടൊപ്പം 1 കൂട്ടിയാൽ 11. അപ്പോൾ എത്രയാണ് ഉത്തരം? 1100. അടുത്ത് നോക്കൂ, 580നോടൊപ്പം 406 കൂട്ടുക. 0നോടൊപ്പം 6 കൂട്ടിയാലോ 6, 8നോടൊപ്പം 0 കൂട്ടിയാൽ 8, 4നോടൊപ്പം 5നോടൊപ്പം 4 കൂട്ടിയാൽ 9 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്രയാണ്? 986. അടുത്ത് നോക്കൂ, 529നോടൊപ്പം 382 കൂട്ടുക. 9നോടൊപ്പം 2 കൂട്ടിയാലോ 11, 1 ഇവിടെ എഴുതുക, അടുത്ത 1 ഇപ്പുറത്തേക്ക് കൊടുക്കുക. 8നോടൊപ്പം 2 കൂട്ടിയാലോ 10, 10നോടൊപ്പം 1 കൂട്ടിയാൽ 11, 1 എഴുതുക, 1 വീണ്ടും ഇപ്പുറത്തേക്ക് കൊടുക്കുക. 5നോടൊപ്പം 3 കൂട്ടിയാൽ 8, 8നോടൊപ്പം 1 കൂട്ടിയാൽ 9. അപ്പോൾ എത്രയാണ് ഉത്തരം? 911. അടുത്ത് നോക്കൂ, 7നോടൊപ്പം 5 കൂട്ടിയാലോ 12, 1 ഇവിടെ കൊടുക്കുക. 6നോടൊപ്പം 6 കൂട്ടിയാൽ 12, 12നോടൊപ്പം 1 കൂട്ടിയാൽ 13, ഇവിടെ 1 കൊടുക്കുക. ഇത് കൂട്ടുമ്പോൾ 13, 1332 എന്ന് കിട്ടും. അടുത്ത് നോക്കൂ, 606നോടൊപ്പം 205 കൂട്ടുക. എത്രയാണ്? 811. അടുത്ത് എത്രയാണ്? 6, 4, 12, 626 എന്ന് കിട്ടും. അടുത്തോ 765. 644. 532. അടുത്ത് നോക്കൂ, സമ്മാനം നേടാം. ഒരു വില വിവര പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കടയിലെ സാധനങ്ങളുടെ വിലയാണ്: ബനിയൻ 76 രൂപ, ഷർട്ട് 325 രൂപ, ചുരിദാർ 350 രൂപ, മിഡി 265 രൂപ, ടോപ്പ് 215 രൂപ, കുട 175 രൂപ, ബാഗ് 285 രൂപ, സാരി 375 രൂപ. 500 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും. ഇവിടെ കുറച്ച് പേര് ഇവിടെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവരെഴുതിയ സാധനങ്ങളുടെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിനി വാങ്ങിയത് എന്താണ്? എന്തൊക്കെയാണ്? സാരി 375 രൂപ. സാരിയുടെ വില എത്രയാണ്? 375 രൂപ. ഷർട്ട് എത്ര രൂപയാണ്? 325 രൂപ. അപ്പോൾ സിനി വാങ്ങിയ ആകെ എത്രയാണ്? 375നോടൊപ്പം 325 കൂട്ടുക. എത്ര കിട്ടും? 700 എന്ന് കിട്ടും. നിങ്ങൾ കൂട്ടി എഴുതുക. അടുത്ത് നോക്കൂ, സാനിത വാങ്ങിയത് എന്തൊക്കെയാണ്? ചുരിദാർ എത്ര രൂപ? 350 രൂപ. സാരിയോ 375 രൂപ. ബാഗ് 285 രൂപ. ആകെ എത്രയാണ്? 350ഉം 375ഉം 285ഉം കൂടി കൂട്ടി നോക്കണം. എത്ര കിട്ടും? 1010 എന്ന് കിട്ടും. അടുത്ത് നോക്കൂ, റസിയ വാങ്ങിയത് ബാഗ് എത്ര രൂപയാണ്? 285 രൂപ. കുട എത്ര രൂപയാണ്? 175. ആകെ എത്രയാണ്? 285ഉം 175ഉം കൂടി കൂട്ടി എഴുതുക. എത്രയാണ്? 460 എന്ന് കിട്ടും. അടുത്ത് നോക്കൂ, റഷീദ് വാങ്ങിയ എന്തൊക്കെയാണ്? ബനിയൻ എത്ര രൂപ? 76 രൂപ. ഷർട്ട് എത്ര രൂപ? 325 രൂപ. കുട 175 രൂപ. അപ്പോൾ ആകെ കണ്ടെത്താൻ എന്ത് ചെയ്യുക? 76ഉം 325ഉം 175ഉം കൂടി കൂട്ടണം. എത്ര കിട്ടും? 576 രൂപ എന്ന് കിട്ടും. അടുത്ത് നോക്കൂ, ലൈല വാങ്ങിയ എന്തൊക്കെയാണ്? മിഡി 265 രൂപ. ടോപ്പ് എത്ര രൂപയാണ്? 215 രൂപ. ആകെ കണ്ടെത്താൻ എന്ത് ചെയ്യുക? 265ഉം 215ഉം കൂടി കൂട്ടണം. എത്ര കിട്ടും? 480 രൂപ എന്ന് കിട്ടും. അടുത്ത് നോക്കൂ, ആൻസി വാങ്ങിയത് ചുരിദാർ 350 രൂപ,
സാരി 375 രൂപ. ആകെ എത്ര കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടണം. എത്ര കിട്ടും? 725 രൂപ. അപ്പൊ നോക്കൂ, 500 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്കാണ് സമ്മാന കൂപ്പൺ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് 500 രൂപയ്ക്ക് മുകളിൽ വാങ്ങിയത്? ആർക്കൊക്കെയാണ് സമ്മാന കൂപ്പൺ കിട്ടുക? സിനിക്ക് കിട്ടും. സിനി, സാനിത, റഷീദ്, ആൻസി, ഇത്രയും പേർക്കാണ് സമ്മാന കൂപ്പൺ കിട്ടുക. അടുത്ത് നോക്കൂ, ഒറ്റയോ ഇരട്ടയോ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. നോക്കൂ, ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക കണ്ടെത്താൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3. 2ഉം 3ഉം കൂടെ കൂട്ടിയാലോ? 5. 3ഉം 4ഉം കൂടെ കൂട്ടിയാലോ? 7. 9ഉം 10ഉം കൂടെ കൂട്ടിയാൽ 19. 22ഉം 23ഉം കൂടെ കൂട്ടിയാൽ 45. 131ഉം 132ഉം കൂടെ കൂട്ടിയാൽ 263. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. അടുത്ത് നോക്കൂ, രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം. 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ 6. 4ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 10. 6ഉം 10ഉം കൂടെ കൂട്ടിയാലോ? 16. 8ഉം 12ഉം കൂട്ടിയാലോ? 20. 14ഉം 16ഉം കൂട്ടിയാലോ? 30. 28ഉം 40ഉം കൂട്ടിയാൽ 68. ഇത് നോക്കൂ, ഇരട്ട സംഖ്യകളല്ലേ നമ്മൾ കൂട്ടിയത്. അപ്പോൾ എങ്ങനെ പറയാം? രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. അടുത്ത് നോക്കൂ, രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 3ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 8. 5ഉം 7ഉം ആണെങ്കിലോ? 12. 9ഉം 7ഉം ആണെങ്കിൽ എത്രയാണ്? 16. 13ഉം 17ഉം ആണെങ്കിൽ എത്രയാണ്? 30. 127ഉം 139ഉം ആണെങ്കിൽ 266. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. അടുത്ത് നോക്കൂ, ഒരു വാഴത്തോട്ടത്തിൽ ആദ്യ ദിവസം 874 വാഴത്തൈകളും രണ്ടാമത്തെ ദിവസം 569 വാഴത്തൈകളും നട്ടു. മൊത്തം വാഴത്തൈകൾ എത്ര? അപ്പോൾ ആദ്യത്തെ ദിവസം നട്ടത് എത്രയാണ്? 874. രണ്ടാമത്തെ ദിവസം നട്ടതോ? 569. അപ്പോൾ ആകെ വാഴത്തൈകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 874ഉം 569ഉം കൂടി കൂട്ടണം. 9ഉം 4ഉം എത്രയാണ്? 13. 7ഉം 6ഉം 13. അതിനോടൊപ്പം 1 കൂട്ടുക, 14. 8ഉം 5ഉം 13. അതിനോടൊപ്പം 1 കൂട്ടുക, എത്രയാണ്? 14. അപ്പോൾ ആകെ നട്ട വാഴത്തൈകൾ എത്രയാണ്? 1443. ഇന്നത്തെ പഠനം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ പാഠഭാഗത്തിലെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തുടർന്നും ഈ പഠനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ പാഠപുസ്തകം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്